ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അവർ ഏത് തരത്തിലാണ് നിങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്, ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു നെയിം റിപ്പീറ്റായിട്ട് മനസ്സിൽ കൊണ്ടുവരാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മുഖം നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. അല്ലെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും ഈ ഒരു കാർഡുമായിട്ട് കണക്റ്റ് ആവണം. എങ്കിൽ മാത്രമേ ഒരു കറക്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ചെയ്യും. അത് എൻ്റെ റീഡിംഗ് മാത്രമല്ല, വേറെ ആരുടെ റീഡിംഗ് കണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒരു കാർഡ് ഷഫ്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. Ten of Pentacles, Death, Four of Cups, Five of Cups, Ace of Swords, Four of Wands. ബോട്ടം എനർജി 9 ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് വളരെയധികം കടമ്പകളിലൂടെ കടന്നു വന്ന ഒരു പേഴ്സണെയാണ് ഈ കാണുന്നത്. അതായത് അവരുടെ എനർജി എല്ലാം ലോസ് ആയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. വേറൊരു ഡെക്കിൽ നിന്നും കൂടി കുറച്ച് കാർഡ്സ് എടുക്കാം. Ace of Pentacles, Nine of Wands, Six of Wands, Queen of Cups, the Sun, Three of Pentacles. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്, അതാണ് ഇത്രയും കാർഡ്സ് എടുക്കുന്നത്. ലവേഴ്സ്, Page of Pentacles, Four of Pentacles, King of Swords, Two of Swords, the High Priestess. ബോട്ടം എനർജി വന്നിരിക്കുന്നത് ദി മജീഷ്യനാണ്.
കാരണം ഈ ഒരു പേഴ്സൺ മാറി നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. കുറച്ചേറെ കാർഡ്സ് എടുത്തിട്ടുണ്ട്, കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഞാൻ കുറച്ചേറെ കാർഡ്സ് എടുത്തിരുന്നു, കാരണം എന്തെന്ന് വെച്ചാൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിനും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും. അപ്പം ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടായിരിക്കാം നിങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പേഴ്സൺ മുൻകൈ എടുത്തിട്ടായിരിക്കാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു നിധിയാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുൻകൈ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മാരീഡായിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിച്ച വ്യക്തികളായിരിക്കാം. എങ്ങനെയുള്ള ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുക എന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് അഭിമാനിക്കാൻ പറ്റിയ എന്തോ ഒന്ന് നേടി എന്നുള്ളൊരു ഹാപ്പിനെസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിൽ പോലും നിങ്ങളെ ഒരു മടിയും കൂടാതെ പരിചയപ്പെടുത്താൻ ഈ വ്യക്തി ഒരുപാട് ഉത്സാഹം കാണിച്ചിട്ടുണ്ടാകാം. അത്രയും അട്രാക്ഷൻ അല്ലെങ്കിൽ താല്പര്യം, അതുപോലെയുള്ള എല്ലാ വികാരങ്ങളും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നു. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കണ്ടിട്ട് മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുമുണ്ടാകാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ ആദ്യത്തെ സ്ഥാനം നൽകി നിങ്ങളെ കൺസിഡർ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളാണ് അവരുടെ ലോകമെന്ന് ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അവരെ അൺകണ്ടീഷണലായി സ്നേഹിച്ചിരുന്നു എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചതിലും കൂടുതൽ സ്നേഹം നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ അവസാനിച്ചു പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചും കെയർ ചെയ്തും നല്ല രീതിയിൽ സഹകരിച്ചു പോയ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലരുടെ കേസിൽ പൂർണ്ണമായും ഇത് എൻഡായി പോയിട്ടുണ്ടാവാം. ഇനി എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ലൈഫ് ലോങ് കാണും എന്ന രീതിയിലായിരിക്കാം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇതുപോലെയുള്ള ഒരു തകർച്ച അല്ലെങ്കിൽ സ്റ്റക്നെസ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കണ്ണേറുദോഷം വല്ലതും വന്നതാണോ, അതുകൊണ്ടാണോ ഇത് ബ്രേക്കായി പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ അത്രയും പ്രഷ്യസായി കണ്ടു, അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിലും ഏറ്റവും മികച്ചത് എന്ന രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങളെ തിരഞ്ഞെടുത്തതിൽ തെറ്റ് പറ്റിയെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുമില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ഈ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ ഏത് കാര്യത്തിലും 100% സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. ചില ആളുകൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസുകൾ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും വലിയൊരു അസുഖം വന്നാൽ പോലുമോ അവരുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ പോലുമോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയാൽ റിലേഷൻഷിപ്പ് പാതി വഴിയിൽ ഇട്ടിട്ട് പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തുന്നത് വരെ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ.
അത്രയും ഡെഡിക്കേറ്റഡായ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുമുള്ളത്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധത്തിൽ മറ്റാരുടെയെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി കൺസിഡർ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിരുന്നു. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയുമില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ സൈലൻ്റായി ഇരുന്നാൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മരണം വരെ കാത്തിരിക്കും എന്ന കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കടന്നുകയറ്റം ഉണ്ടായ സമയത്ത് അവർ ആദ്യമേ നിങ്ങൾക്ക് തന്ന പരിഗണനയോ സ്നേഹം എല്ലാം പതിയെ വേറൊരു തരത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടാകാം. കാരണം അവർക്കുണ്ടായിരുന്ന ഓവർ കോൺഫിഡൻസ് ആണ് അതിന് കാരണമെന്ന് പറയുന്നത്. നിങ്ങൾ അവരെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നിങ്ങൾ എവിടെ പോകാനാണ് എന്നൊക്കെയുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം. നിങ്ങൾ തമ്മിൽ മിണ്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പഴയ പരിഗണന തരാതെ ആ ഒരു വ്യക്തി മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. എങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നു. ഈ ഒരു വ്യക്തി കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇപ്പോൾ അവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയി മാറിയതായി അവർക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്കുണ്ടായ മാറ്റം നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ നിലയിലേക്ക്, അതായത് ഇത്രയും സ്ട്രോങ് ആയി മാറിയത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു വ്യക്തിയോട് നിങ്ങളുടെ സ്നേഹവും ഇമോഷൻസും ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ കാരണം നിങ്ങൾ അത്രത്തോളം, അതായത് ഒരു കല്ല് പോലെ നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങൾ കരുതുന്നത് ഞാൻ ഒരുപാട് സ്നേഹിച്ചു, ഞാൻ അത്രയും ഡെഡിക്കേറ്റഡായി നിന്നിട്ടും എനിക്ക് വേണ്ടുന്ന ഒരു പരിഗണന കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുത്ത് മാറി നിൽക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ പഴയ ആളല്ല, നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ബോൾഡായി നിൽക്കുകയാണ് എന്നുള്ള ചിന്താഗതി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതായിട്ട് കാണുന്നു. നിങ്ങളാണെങ്കിലും വളരെ സ്ട്രോങ് ആയ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അത് ഹൈഡ് ചെയ്തതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരായ വഴിയിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കൊടുത്തിരുന്നത് അത് തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. നേരത്തെ നിങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ ഒരു വ്യക്തിയെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ച വ്യക്തിയായിരിക്കാം. എന്തായാലും ആ ഒരു അന്ധതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ആരെയൊക്കെ വിശ്വസിക്കണം, വിശ്വസിക്കണ്ട എന്നൊക്കെ ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിലവിൽ നിങ്ങൾ കരുതുന്നത് മറ്റു പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ അല്ല, അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി എന്ന തോന്നലാണ് അവർക്കുള്ളത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മാറ്റം കണ്ട് ഒരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.
കാരണം നിങ്ങളെ ഇത്രയും ബോൾഡായിട്ട് ഈ ഒരു പേഴ്സൺ ആദ്യമായിട്ടായിരിക്കാം കാണുന്നത്. ഇത്രയും ഉറച്ച ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന എനർജി അവർ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുന്നത് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇനി മറ്റാരുടെയെങ്കിലും ആയി തീരുന്നത് പോലും ഈ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട് ഇതൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങൾ അത്രയും കെയർ ചെയ്ത് വളരെ പ്രഷ്യസ് ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ കൊണ്ടു നടന്നിട്ടുള്ളത്. നിങ്ങളായിട്ട് തന്നെ ആ ഒരു എനർജിയിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ എനർജി ഇത്തരത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹമുണ്ടെങ്കിലും നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല. എന്നോടില്ലാത്തത് ഞാൻ അങ്ങോട്ട് കാണിക്കില്ല എന്ന ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് വന്ന് കാണുമോ എന്ന് ഈ വ്യക്തി സംശയിച്ചേക്കാം. അത്രയും ഡൗട്ട്ഫുള്ളാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, ഇവർക്ക് ഇനി വേറെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്തുകൊണ്ടാണ് പഴയ ആ ഒരു അറ്റാച്ച്മെന്റ് എന്നോട് കാണിക്കാത്തത് എന്നുള്ള എനർജി ഈ ഒരു പേഴ്സണിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് അവർ ആകെ മൊത്തം ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ എനർജി വെച്ച് മാനസികമായി നിങ്ങളെ അവർ ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങളാണ് ഈ വ്യക്തിയെ ചേസ് ചെയ്ത് പുറകിന് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ന് ആ ഒരു ചേസിങ് എപ്പോൾ അവസാനിപ്പിച്ചോ അപ്പോൾ മുതൽ അവർ നിങ്ങളുടെ പുറകെയാണ്. എന്തായാലും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യം ഇവിടെ കാണുന്നില്ല. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ഇപ്പം നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വന്നോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ട് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ടു ഓഫ് കപ്സ്, Three of Wands, the Moon, the Hierophant, Four of Pentacles. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. Universe, Six of Wands, Queen of Swords, Ten of Swords, the Hanged Man. ഒരു കാർഡോടെ നോക്കാം. ടെമ്പറൻസ്, ബോട്ടം എനർജി ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഇപ്പം എന്തായാലും നമ്മളൊരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ പലരുടെയും റീഡിങ് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാം അവർ റീഡിങ് എല്ലാം പറയും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു റീഡിങ്ങിൻ്റെ എനർജിയിൽ തന്നെ ആയിരിക്കാം ഇരിക്കുന്നത്. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള റീഡിങ് ആയിരിക്കാം അല്ലേ.
അപ്പം ആ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ലൈഫിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് അത്രയും നേരം ആ ഒരു റീഡിങ് കാണുന്നതിന് മുന്നേ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്ന ഒരാളാണെങ്കിൽ ആ ഒരു റീഡിങ്ങിന് ശേഷം നിങ്ങൾ നെഗറ്റീവായി പോകും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ റീഡിങ്ങിലും ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഗൈഡൻസും ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം ആ ഒരു റീഡിങ്ങിൽ വന്ന എനർജിയുമായിട്ട് കണക്റ്റഡ് ആയതായിരിക്കാം നമുക്ക് കിട്ടുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ഒന്ന് റീചാർജ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം വളർത്താനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ടിരിക്കാനും നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പം പേഴ്സൻ്റെ സോൾ മെസ്സേജും, കാരണം സോൾ മെസ്സേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കറണ്ട് ഫീലിങ്സിൻ്റെ കൂട്ട് എപ്പോഴും ചേഞ്ച് ആവുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൂടി ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. ഞാൻ നിൻ്റെ പ്രസൻസ് വളരെയധികം ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നോട് ആഴത്തിലുള്ള പ്രണയം തോന്നുകയാണ്. അത് വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ നീയുമായി ഒരു ഭാവി കാണുന്നു. അവസാനം എല്ലാം ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ചില സമയത്ത് നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിൽ വല്ലാതെ അലട്ടുന്നു. എനിക്ക് യഥാർത്ഥമായതും ശാശ്വതവുമായ ഒരു കണക്ഷൻ വേണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ശരിയായത് ചെയ്യുവാനും സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റ് നിനക്ക് തരാനും ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയം നിന്നെ ആഗ്രഹിക്കുമ്പോൾ പോലും പൂർണ്ണമായും നിന്നോട് മനസ്സ് തുറക്കാൻ ഞാൻ പാടുപെടുകയാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ശക്തി തിരിച്ചറിയേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ വ്യക്തമായി ചിന്തിക്കുകയും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയും വേണം. ഒരു വേദനാജനകമായ ഒരു ഘട്ടം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കാൻ സമയമെടുക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ചിന്തിക്കുക. നിങ്ങൾ തിരക്ക് കൂട്ടരുത്. എല്ലാ വിഷമങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾ ഹീലാകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ക്ഷമയും വൈകാരിക ശാന്തതയും സൗമ്യമായ സമീപനവും ആവശ്യമാണ്. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ആന്തരിക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.